ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടിയിലാണ്. കടലുണ്ടിയിൽ വളരെ പ്രശസ്തമായ ഒരു വ്യക്തിയുടെ അടുത്താണ് ഇപ്പോൾ എന്നുള്ളത്. നമുക്കറിയാം, തബലയിൽ ലോക റെക്കോർഡിട്ട സുധീർ കടലുണ്ടി. നമുക്കിന്ന് അദ്ദേഹത്തെ പറ്റിയിട്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. ആ ഒരു വ്യക്തിയെ നമുക്കിന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. വിഷുവാണ്, ഈദ് കഴിഞ്ഞു. സാർ, ഈ ഫീൽഡിൽ എത്തിയിട്ട് എത്ര വർഷമായി? ഞാൻ എൻ്റെ 5 വയസ്സിൽ തബല പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കടലുണ്ടിയുള്ള അയ്യപ്പൻ എന്ന് പറഞ്ഞ മാഷാണ് തബല തുടങ്ങിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ ഫറോക്ക് കർമ്മേന്ദ്രൻ. പിന്നീട് തബല ആദ്യമായിട്ട് പഠിക്കുന്നത് കോഴിക്കോട് ഭരതരാജ മാഷ് കീഴിലാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ എൻ്റെ വയസ്സ് പിടിക്കും. 5 വയസ്സ് തുടങ്ങി 56 വയസ്സായി. ഏതാണ്ട് 50 വയസ്സോളം ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 56 വയസ്സൊന്നും കണ്ടാ അറിയില്ല. അത് കലാകാരൻ്റെ ഒരു ഗുണമായിരിക്കും. പിന്നെ വേറൊന്നുണ്ട്, ഈ കലാകാരനാണെങ്കിൽ അല്പസ്വല്പം മദ്യപാനമൊക്കെ വേണമെന്നൊരു മിഥ്യാധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഞാൻ ഈ വർഷം ഇത്രയും ആയിട്ട് ഞാൻ ബീർ പോലും കഴിക്കാത്ത ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജും അതാണ്. എനിക്ക് സന്തോഷത്തിന് തബലയുണ്ട്, അങ്ങനെ കണ്ടെത്തുക. സാർ, ഈ തബല കൊണ്ട് സമൂഹത്തിന് എങ്ങനെയൊക്കെ അത് യൂസ്ഫുൾ ആയത്? കലാകാരന് ജനങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ എളുപ്പമാണ് കല. ഞാനൊരു ഫുട്ബോളർ കൂടി ആയിരുന്നു. ഫുട്ബോളിൽ ഈ ഒരു ഒത്തൊരുമ ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ്, കളിക്കുന്നത് ഓപ്പോസിറ്റ് ടീമാണ്, ആ സമയം നമ്മൾ ശത്രുവാണ്. കളിയിൽ അതില്ല. ഞാൻ 2003 മാറാട് ഇഷ്യൂ വന്നു. കേരളത്തിൻ്റെ ഒരു വലിയൊരു പ്രയാസമുള്ള കാലമാണ് കോഴിക്കോട് മാറാട് ഇഷ്യൂ. 2003 അപ്പോൾ ആകെ കലുഷിതമായ ഒരു അന്തരീക്ഷമായ സമീപ പ്രദേശമൊക്കെ തന്നെ. കടലുണ്ടിക്ക് ഏതാണ്ട് ബോർഡറാണല്ലോ. അപ്പം വ്യത്യസ്ത മതവിഭാഗക്കാരെ വിളിച്ചു വരുത്തി മതമൈത്രി ഗാനം, ദേശഭക്തി ഉൾപ്പെട്ട ഒരു 10 മണിക്കൂർ നല്ലൊരു വിജയമായിരുന്നു അത്. അതിനുശേഷം 2004 ഓഗസ്റ്റ് 15 കോഴിക്കോട് വെച്ച് ഉത്തിഷ്ഠ ഭാരതനാശം. ഈ ആശയം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കേരളത്തിലെ യുവാക്കളുടെ അലസതയ്ക്കെതിരായിട്ട് 13.5 മണിക്കൂർ പുലർച്ചെ 6 മുതൽ വൈകിട്ട് 7 വരെ നിർത്താതെ വായിച്ചു. അതിനുശേഷം 2005 ജനുവരി 25, 26, 27 ദിവസങ്ങളിൽ മാനവ മൈത്രി ലോക സമാധാനത്തിന് നാശത്തിന് വേണ്ടി കടലുണ്ടിയിൽ വെച്ച് 3 പകലും 2 രാത്രിയും തുടർച്ചയായി 57 മണിക്കൂർ വായിച്ചു. ഇത് അന്നത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. ഇതിന് തൊട്ടുമുള്ള റെക്കോർഡ് 2003 മഹാരാഷ്ട്രക്കാരൻ്റെ പേരിലുള്ള 46 മണിക്കൂറായിരുന്നു. അതിന് മുന്നേ അമേരിക്കക്കാരൻ്റെ പേരിൽ 21 മണിക്കൂറായിരുന്നു. ഈ 46 മണിക്കൂർ 57 മണിക്കൂറായിട്ട് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം 2008 ഏപ്രിൽ 2, 3, 4, 5, 6 ദിവസങ്ങളിൽ തുടർച്ചയായി 5 രാവും 5 പകലും ഊണില്ലാതെ ഉറക്കമില്ലാതെ 103 മണിക്കൂർ തബല വായിച്ച് നിലവിലുള്ള എൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യേണ്ടായത്. ഇതിൻ്റെ വിജയം തീർച്ചയായിട്ടും നല്ലവരായ എൻ്റെ നാട്ടുകാരുടെ പ്രാർത്ഥനയുണ്ട്, സ്നേഹമുണ്ട്, എന്നിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന 1% പ്രതിഭയും 99% കഠിന പ്രയത്നം. ഇതാണ് ഇതിന് വിജയം. സർവോപരി ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. സാറിന് സ്വന്തമായിട്ട് ട്രൂപ്പും കാര്യങ്ങളൊക്കെ ട്രൂപ്പുണ്ട്. അതിന് മുന്നേ ഞാൻ എൻ്റെ 12 വയസ്സിൽ പ്രൊഫഷണലായിട്ട് തബല വായിക്കാൻ ഇറങ്ങിയ ഒരാളാണ്. അന്നൊരു അത്ഭുതമാണ്. ചെറിയ കുട്ടി തബല ഗാനമേളയ്ക്ക് വായിക്കുക. ആ കാലത്ത് കടലുണ്ടി ഫ്രണ്ട്സ് ആർട്സ് ക്ലബ്ബിലാണ് ഞാൻ വളർന്നത്. പിന്നെ എക്കോ മെലഡീസ്, ഏഞ്ചൽ മെലഡീസ്, അങ്ങനെ എൻ്റെ ട്രൂപ്പല്ല, ഞാൻ വർക്ക് ചെയ്തതാണ്. ഏറ്റവും എടുത്ത് പറയേണ്ടത് തിരുരങ്ങാടി AV മുഹമ്മദ്, മാപ്പിളപ്പാട്ടിൻ്റെ ആചാര്യൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന, അറിയിക്കുന്ന അംഗീകാരം കിട്ടാതെ പോയ പാവം മനുഷ്യൻ. അദ്ദേഹത്തിനോട് 12 വർഷം ഞാൻ തബല വായിച്ചിട്ടുണ്ട്. മരണം വരെ ഞാൻ കൂടിയിട്ടുണ്ട്. തിരുരങ്ങാടി AV മുഹമ്മദ് കേട്ടിട്ടുണ്ട്, പഴയ ആൾക്കാർക്കൊക്കെ അറിയുന്നത്. പിന്നെ നിരവധി ഗാനങ്ങൾ. അപ്പം ഏതാണ്ട് 15 വർഷമായിട്ട് ദാസേട്ടൻ്റെ പിറന്നാൾ, മൂകാംബിയിൽ ഞാൻ വായിക്കുന്നു. വലിയ വലിയ ആളുകൾക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. സദാ കല്യാണ പരിപാടിക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ വരുമാന മാർഗ്ഗം ഇതാണല്ലോ. ഇപ്പം ചെയ്യുന്നത് സൂര്യ ഓർക്കസ്ട്ര എന്നുള്ളത് എൻ്റെ ട്രൂപ്പാണ്. സൂര്യ ഓർക്കസ്ട്ര. എനിക്കൊരു സൂര്യ സ്റ്റുഡിയോ ഉണ്ട്, വള്ളിക്കുന്നിലാണ്. 93 തുടങ്ങിയതാണ്. അത് ചേച്ചിയുടെ മകളെ പേരാണ് സൂര്യ. അപ്പോൾ ആ പേരിന് നമ്മൾ ട്രൂപ്പിന് ഇട്ടു. ആ മകളാണ് ശരി ഗിന്നസിലേക്ക് എത്താനുള്ള മാർഗം കണ്ടെത്തി അപേക്ഷ അയച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ലോങ് പ്ലേ ഉണ്ട്, അത് മോള് പറഞ്ഞിങ്ങനെ ഗിന്നസിന് അപേക്ഷ കൊടുത്തു. 40 മണിക്കൂറൊന്ന് അയച്ചു. അപ്പോൾ ഗിന്നസ് അറിയിച്ചു 46 നിലവിലുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പോലും ചോദിക്കാതെ സൂര്യമോള് 50 മണിക്കൂർ അപേക്ഷ കൊടുത്തു. അങ്ങനെ 57 വായിച്ചു. അങ്ങനെയാണ് അത്. അവരാണ് ഇതിന് തുടക്കം. അതാണ് ട്രൂപ്പിൻ്റെ പേര്. അവർ സ്നേഹം നൽകിയിട്ടതാണ്. അവരിപ്പോൾ ബാംഗ്ലൂർ സെറ്റിലാണ്. പിന്നെ വൈഫ് ചെട്ടിപ്പടി ഹരിപുരം സ്കൂളിൽ HM ആയിട്ട് വർക്ക് ചെയ്യുന്നു. മകൻ റോഹിത് സുധീർ സൈലത്തിലെ മാത്സ് ഫാക്കൽറ്റിയാണ്. മരുമകളുണ്ട് ശ്രീലക്ഷ്മി, മകള് റെല സുധീർ. ഇതാണ് എൻ്റെ. പാട്ടൊക്കെ പാടുമോ? പാട്ട് പാടാറുണ്ട്. ഓക്കെ.
കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരത ഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ. ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരത ഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ. വിന്ധ്യ ഹിമാചല സഹ്യസാനുക്കളിൽ വിത്ത് വിതയ്ക്കരുതേ, വർഗീയ വിത്ത് വിതയ്ക്കരുതേ. കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാ ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. താങ്ക് യു സാർ. ഈ തബലയ്ക്ക് വേണ്ടി എങ്ങനെ സമയം കണ്ടെത്തുന്നത്? തബല മീൻസ് പ്രാക്ടീസ്. ഞാൻ അതിന് മുന്നേ വേറൊരു കാര്യം പറയാം. ഞാൻ 83-ലാണ് SLC കഴിയുന്നത്. അന്ന് മുതൽ ഇന്ന് രാവിലെ വരെ 4 മണിക്കൂർ ഉറങ്ങാൻ ഉപയോഗിക്കാറുള്ളൂ. കണക്ക് ശരിക്കും അത് പോരാ, 6 മണിക്കൂറിന് ഉറങ്ങണം, നമ്മൾ പ്രായക്കാർ ഉറങ്ങണം. പക്ഷെ അതിൻ്റെ കണക്ക് 83-ൽ ഇന്ദിരാജി, അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാജിയുടെ ഫീച്ചർ വായിച്ച സമയത്ത് അവർ 4 മണിക്കൂർ ഉറങ്ങിയിരുന്നുള്ളൂ. EMS നമ്പൂതിരിപ്പാട് അതിലും കുറവാണെന്ന് കേട്ടു. ഇന്ന് മോദിജി 4 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കണക്ക് ഞാൻ പഠിച്ച സമയത്ത് 8 മണിക്കൂർ ഒരാൾ ഉറങ്ങാൻ ഉപയോഗിക്കുകയാണെങ്കിൽ 1/3 ഉറങ്ങി പോവുകയാണ്. 3/24 ഒരു ദിവസം 3 ഭാഗം ഉറങ്ങി പോവുകയാണ്. അദ്ദേഹം ഒരു 60 വയസ്സ് ജീവിക്കുമ്പോൾ 20 വർഷം നമ്മളിവിടെ ഉറങ്ങുകയാണ്. ജനങ്ങളെ സ്നേഹിക്കാൻ പോലും ബാക്കി സമയമില്ല, വെറുക്കാൻ തീരുമില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു പോളിസി. എനിക്ക് ഇഷ്ടം പോലെ ജീവിതത്തിൽ ഡേ ടൈം ഇഷ്ടം പോലെ സമയമുണ്ട്, ഈ വർക്ക് കുറവായതുകൊണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നല്ല, ഞാൻ അങ്ങനെ പാകപ്പെട്ടൊരു മനുഷ്യനാണ്. 6 മണിക്കൂർ തന്നെയും സാധാ ആൾ ഉറങ്ങുന്നതാണ് പറയാം. പക്ഷെ എനിക്കതുകൊണ്ട് യാതൊരു പ്രയാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പ്രോഗ്രാമിന് എവിടെയൊക്കെ പോവാറുണ്ട്? നമ്മൾ ലോങ്ങായിട്ട് പോകാറുണ്ട്. കേരളത്തിന് പുറത്ത് ഏതാണ്ട് എല്ലാ സ്റ്റേറ്റും ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ മലയാള അസോസിയേഷനൊക്കെ ക്ഷണിക്കാറുണ്ട്. കൂടെ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഓരോ പ്രോഗ്രാം അനുസരിച്ചിട്ട് ആളുകളെ മാറ്റുക ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഗായകനെ കൊണ്ടുപോയി തൊട്ടടുത്ത പരിപാടി ഇതേ ഗായകനെ മാറ്റി ആവർത്തന വിരസത വരുന്നതുകൊണ്ട് സിംഗേഴ്സിനൊക്കെ മാറ്റി നമ്മൾ അപ്ഡേറ്റ് ആവണല്ലോ നമ്മൾ പ്രോഗ്രാം. അങ്ങനെ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല പോകുന്നുണ്ട്. ഫാമിലിയിൽ നിന്നൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു? അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമുണ്ടല്ലോ, ഞാൻ ലിക്കറിന് അടിമപ്പെടാത്ത ഒരാളാണ്, ബീർ പോലും കഴിക്കാത്ത ഒരാളാണ്. നട്ടപ്പാതിരി കണ്ടാലും എൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഇതിൻ്റെ എൻ്റെ സ്വഭാവം. അതുകൊണ്ട് നല്ല പ്രോത്സാഹനമാണ്. കുറേ ഈ അടുത്ത കാലത്ത് എൻ്റെയൊക്കെ എത്രയോ ജൂനിയേഴ്സ് ഈ ലിക്കറിന് അടിമപ്പെട്ടിട്ടൊക്കെ മരണപ്പെട്ടു. സങ്കടമാണ്. നല്ല കലാകാരന്മാർ, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ വിശ്വാസം, കലാകാരന്മാർ. പക്ഷേ ആ ഒരു കഴിവ് കിട്ടിയിട്ട് സ്വയം മനസ്സിലാക്കാതെ ഇതിനൊക്കെ അടിയിട്ടില്ല. എന്തോ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജും, എൻ്റെ അടുത്ത് കുറേ മക്കൾ തബല പഠിക്കുന്നുണ്ട്. ഞാൻ ഫറോക്കിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കീഴിൽ മുദ്ര അക്കാഡമിയുടെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ കുറേ കൊടുക്കുന്ന മെസ്സേജ്, നല്ല കലാകാരനെ ഉപരി നല്ല വ്യക്തി കൂടി നമുക്ക് ആവാൻ വേണ്ടി ശ്രമിക്കണം. കല നമുക്ക് ദൈവം തന്നു, അത് നമ്മുടെ നല്ല വ്യക്തിത്വം. അതാണ് എൻ്റെ ഒരു പോളിസി. ഇത് എവിടെയായിരുന്നു പഠിച്ചത്? തബല പഠിച്ചത് ഞാൻ പഠിച്ച കാര്യം ആദ്യം പറയാം. അച്ഛൻ ഒരു ഹെഡ്മാഷായിരുന്നു, പന്തിരാങ്കം മാത്ര നമ്മളത്തൂർ സ്കൂൾ ഹെഡ്മാഷായിരുന്നു. അമ്മ കടലുണ്ടി ALPയിലെ ടീച്ചറായിരുന്നു. അമ്മയുടെ വീടിൻ്റെ തൊട്ട മുറ്റത്ത് തന്നെ അമ്മയുടെ സ്കൂൾ കടലുണ്ടി അങ്ങാടിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കടലുണ്ടിയിൽ ജനിച്ചു വളർന്നു. അച്ഛൻ്റെ നാട് പന്തിരാങ്കാവാണ്. അപ്പോൾ കടലുണ്ടി സ്കൂളാണ് ശരിക്കും എൻ്റെ ഒരു തട്ടകം, ഈ കലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പാട്ടും വായിച്ചു. പിന്നീട് ചാലി ഉമ്പിച്ചേ സ്കൂളാണ് ശരിക്കും ഈ ലോങ് പ്ലേയിലേക്ക് പാകപ്പെടുത്തിയത്. കാരണം അവിടെ ഒപ്പനയാണ്, ഒരു 10-50 ഒപ്പന ഉണ്ടാകുന്നതിൽ ഡാൻസിനൊക്കെ ഞാൻ അന്ന് വായിക്കാം. ഞാൻ 5 മുതൽ 10 വരെ ഞാൻ തന്നെ തബല വായിക്കുന്ന ആളുള്ളൂ. ഞാൻ 5-ൽ വരുമ്പം കരുതുരുത്തി ബഷീർക്കാണ് അവിടെ അതുവരെ തബല വായിച്ചത്. ബഷീർക്ക് 10-ലും ഞാൻ 5-ലുള്ളൂ. ബഷീർ പോയതിനു ശേഷം ഇപ്പോൾ കോൺട്രാക്ടറാണ്, ഞങ്ങളിപ്പോഴും നല്ല ബന്ധമുള്ള ആളാണ്. അതിനുശേഷം ഞാൻ തന്നെയാണ്. അപ്പോൾ ചാലിയ സ്കൂളാണ് ശരിക്കും എൻ്റെ ലോങ് പ്ലേയിലേക്ക് പാകപ്പെടുത്തിയത്. ഒപ്പനകളാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഒക്കെ.
അങ്ങനെ സംസ്ഥാന കലോത്സവമൊക്കെ അന്ന് ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾ 5 പഠിക്കുന്ന സമയത്ത് അന്ന് ജില്ലാ യൂത്ത് ഫെസ്റ്റിൽ നേരിട്ട് സ്കൂളിൽ നേരെ ജില്ലയുണ്ട്, അന്ന് പങ്കെടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. പിന്നീടാണ് ഒരു ഹൈസ്കൂളിന് കീഴിലുള്ള കുറച്ച് സ്കൂൾ വന്ന് സബ് ജില്ലയായിട്ട്, അത് പിന്നെ സബ് ജില്ലയായി മാറി, ഉപജില്ലയായി മാറി, അങ്ങനെയാണ്. അപ്പോൾ ഇന്നെ കുറേ ശിഷ്യന്മാർ സ്റ്റേറ്റിലൊക്കെ വായിക്കുന്ന മക്കളുണ്ട്. എൻ്റെ മകൻ 5-6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് തബലയിൽ സമ്മാനം മേടിച്ച കുട്ടിയാണ് രോഹിത് സുധീർ. നന്നായിട്ട് കവിതകൾ എഴുതാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകളുണ്ട്, പ്ലേബാക്ക് സിംഗേഴ്സൊക്കെ പാടിയിട്ടുണ്ട്. സൂര്യ ചാനലിൻ്റെ ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അച്ഛനും മോനും ഒരുമിച്ച് പെർഫോം ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് ട്രൂപ്പുണ്ട്, ഫ്യൂഷൻ ടൈപ്പ് ട്രൂപ്പുണ്ട്. എനിക്കാണ് ജീവിതം. ഞാൻ ഈ തബല എനിക്കിഷ്ടമാണ് കേൾക്കാനും ഇതിനൊക്കെ, പക്ഷേ എനിക്കിത് പഠിക്കണമെന്നുണ്ട്. ഇത് കുറച്ച് ഹാർഡ് വർക്കല്ലേ, അതായത് ലോങ് ടൈമായിട്ട് പഠിക്കണ്ടേ. നമ്മൾ ഒരു സാധാരണ നോർമൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത് എന്തെങ്കിലും ഒരു ഇതിലേക്ക് വരാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല, നമ്മൾ ഏത് പ്രവൃത്തിയാവട്ടെ ചെയ്യുന്ന പ്രവൃത്തിയിൽ മനസ്സും ശരീരം അർപ്പിക്കണം. നമുക്കത് ഒരിക്കലും നമ്മളത് പ്രയാസമായി തോന്നരുത്. എന്നാൽ ഈസി അല്ലാതാനും ഹാർഡ് വർക്ക് ചെയ്യാം. പരിശ്രമിക്കില്ല എന്തിനേയും കരത്തിലാക്കുന്നൊരു ചൊല്ലുണ്ട്. എൻ്റെ അടുത്ത് 74 വയസ്സുള്ള ഒരു അൽവിയൊക്കെ പഠിക്കുന്നുണ്ട്, ഒരു ചേച്ചി പഠിക്കുന്നുണ്ട്. എന്നോട് എൻ്റെ ഭദ്രായ മാഷ് പറഞ്ഞത്, സുധീർ ഇത് പ്രചരിപ്പിക്കണം, തബല സുധീർ ഇത് പ്രചരിപ്പിക്കാൻ കഴിയും. അത് സാറിന് എന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ ഞാൻ കുറേ സ്റ്റുഡൻസ് എനിക്കുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാം, നല്ല തബലിസ്റ്റും ആവണം, നല്ല വ്യക്തിത്വം നമ്മളുണ്ടാവണം. ഞാൻ തമാശയും പറയും, കലാകാരൻ്റെ കലയെ മാത്രം സ്നേഹിക്കുക, കലാകാരനെ സ്നേഹിക്കുന്നത് പറയാറുണ്ട്. കാരണം വ്യക്തിപരമായിട്ട് പല വശങ്ങളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ കലാകാരൻ സമൂഹത്തിന് ആവശ്യമാണ് കേട്ടോ. സമൂഹത്തിൽ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനൊക്കെ കലാകാരന് കഴിയും, യഥാർത്ഥ കലാകാരന്. ഫ്യൂച്ചറിൽ ഈ എന്തെങ്ങനെയൊക്കെയാണ് പ്ലാനിങ് വരുന്നത്? ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നേരത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഫറോക്കിൻ്റെ യൂത്തിൻ്റെ അണ്ടറിലാണ് മുദ്ര അക്കാഡമി. അതിൻ്റെ 17 വർഷം മുമ്പ് ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് ട്യൂട്ടറായിട്ട് വന്നു, ഇപ്പോൾ പ്രിൻസിപ്പൽ ചാർജാണ്. അപ്പോൾ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന കാര്യമാണ്. അതൊരു സേവനമായിട്ട് വ്യാപാര വ്യവസായം ചെയ്യുകയാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു യൂണിറ്റിലും ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇല്ല, വ്യാപാര വ്യവസായം നടത്തുന്നില്ല. ഫറോക്ക് യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ സാരഥിയാണ് ഞാൻ. നല്ല കമ്മിറ്റിയാണ്, നമ്മൾ പറഞ്ഞെന്തും ചെയ്തിരുന്നൊരു കമ്മിറ്റിയാണ് അത്. അപ്പോൾ അതിൽ നല്ല കുറേ സ്റ്റുഡൻസ് ഉണ്ട്, മത്സരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ വള്ളിക്കുന്ന് സൂര്യാശ്വളിൽ എനിക്കൊരു ക്ലാസ് ഉണ്ട്, അതൊന്ന് വൈഡാക്കുന്ന ആഗ്രഹമുണ്ട്. കാരണം ഏജ് കൂടുന്തോറും പ്രോഗ്രാമിനൊക്കെ പോകാനുള്ള പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊരു തപസ്സായിട്ട് എടുത്തൊരാളാണ് ഞാൻ തബല എന്നുള്ളത്. അതാണ് ലക്ഷ്യമുള്ളത്.